പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമീൻ. ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം 9 മുതൽ 15 വരെയുള്ള തിരുവചനം. അവർ അവനോട് ചോദിച്ചു, നിന്റെ ഭാര്യ സാറായി എവിടെ? കൂടാരത്തിലുണ്ട്. അവൻ മറുപടി പറഞ്ഞു, കർത്താവ് പറഞ്ഞു, വസന്തത്തിൽ ഞാൻ തീർച്ചയായും തിരികെ വരും. അപ്പോൾ നിന്റെ ഭാര്യ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. അവന്റെ പിറകിൽ കൂടാരവാതിക്കൽ നിന്ന് സാറായി ഇത് കേൾക്കുന്നുണ്ടായിരുന്നു. അബ്രഹാമും സാറായും വൃദ്ധയായിരുന്നു. അവൾക്ക് ഗർഭധാരണ പ്രായം കഴിഞ്ഞിരുന്നു. അതിനാൽ സാറാ ഉള്ളിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് പ്രായമേറെയായി, ഭർത്താവ് വൃദ്ധനായി, എനിക്കിനി സന്താന ഭാഗ്യമുണ്ടാകുമോ? കർത്താവ് അബ്രഹാത്തോട് ചോദിച്ചു, വൃദ്ധയായത് എനിക്കിനി കുഞ്ഞുണ്ടാകുമോ എന്ന് ചോദിച്ചു. സാറാ ചിരിച്ചതെന്തുകൊണ്ട്? കർത്താവിന് കഴിയാത്തത് എന്തെങ്കിലുമുണ്ടോ? നിശ്ചിത സമയത്തെ വസന്തത്തിൽ ഞാൻ നിന്റെ അടുത്ത് തിരിച്ചു വരും. അപ്പോൾ സാറായിക്ക് ഒരു മകനുണ്ടായിരിക്കും. സാറാ നിഷേധിച്ചു പറഞ്ഞു, ഞാൻ ചിരിച്ചില്ല എന്നാൽ. അവൾ ഭയപ്പെട്ടു. അവിടുന്ന് പറഞ്ഞു, അല്ല, നീ ചിരിക്കുക തന്നെ ചെയ്തു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാർക്കുമോർ വൈരാഗ്യത്തിൽ നിന്നും മേഷണിയിൽ നിന്നും വേർപെട്ട നോമ്പ് എത്ര യോഗ്യവും എല്ലാ വചനങ്ങളിൽ നിന്നും നിർമ്മലമാക്കപ്പെട്ട മേൽത്തരമായ സ്നേഹം എത്ര സുന്ദരവുമാകുന്നു. ആകയാൽ സഹോദരങ്ങളെ, നമ്മുടെ നോമ്പ് സ്വീകാര്യമാകുന്നവനുമായി നാം അന്യോന്യം സ്നേഹിക്കണം. സഹോദരങ്ങളെ, ദുഷ്ടതയിലും അസൂയയിലും സകല തിന്മകളിൽ നിന്നും പിന്മാറി നമുക്ക് നോമ്പ് ആചരിക്കാം. ഹൃദയതാപത്തോടും കണ്ണീരോടും കൂടെ കർത്താവിനോട് നാം അപേക്ഷിക്കണം. എന്നാൽ പ്രകാശമുള്ള മണവറയിൽ രാജപുത്രന്മാരോടുകൂടെ നമുക്ക് ആനന്ദിക്കാം. മനുഷ്യ സ്നേഹമുള്ളവനെ, കടങ്ങളുടെയും പാപങ്ങളുടെയും പെരുപ്പത്താൽ ഞാൻ മലിനപ്പെട്ടിരിക്കുന്നു. എന്റെ രക്ഷക, ഉന്നതത്തിലേക്ക് സൂക്ഷിച്ചു നോക്കാൻ പോലും ഞാൻ തുനിയുന്നില്ല. നിന്റെ കരുണയുടെയും കൃപയുടെയും ബാഹുല്യത്താൽ എന്നോട് ദയ ചെയ്ത് എന്നെ അനുഗ്രഹിക്കണമേ. തന്റെ മഹത്വത്തിൽ നിന്ന് തള്ളപ്പെട്ടവനും താനായിരുന്ന പദവിയിൽ നിന്ന് മറച്ചിടപ്പെട്ട് എറിയപ്പെട്ടവനും ആരംഭം മുതലേ ആദാമിൽ അസൂയപ്പെട്ടിരുന്നവനുമായ ദുഷ്ടന് ദുരിതം. കണ്ടാലും അഗ്നിനരകം അവനായി സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ആദാമിന് പറുദീസായും. ബാർക്കുമോർ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമീൻ.